ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ്? ഓപ്ഷൻ സി താന്തിയ തോപ്പെ. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്ക് റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം? ഓപ്ഷൻ ഡി പട്ടണം. ഇന്ത്യ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ ജനീവ. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു, ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ഒന്നും രണ്ടും മാത്രം. ഒന്ന്, ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. തിരമാലകൾ എന്നാൽ? ഓപ്ഷൻ സി 2, സമുദ്ര ഉപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1 മാത്രമാണ് തെറ്റായവ, 2, 3 ശരിയായവയാണ്. 2, കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. 3, താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. 10, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എൽനിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? PSC ക്യാൻസൽഡ് ആണ്. 11, ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രമാണ്? ഓപ്ഷൻ ബി 1ഉം 2ഉം, പുക താഴ്വര, 2 മണികരൺ. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്? ഓപ്ഷൻ സി മിഷോങ്. ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ്? ഓപ്ഷൻ എ പുറംപണി കരാർ. 14, GST നിലവിൽ വന്നത്? ഓപ്ഷൻ സി ജൂലൈ 2017. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 16, പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ഘടന. ഓപ്ഷൻ സി യോജിക്കാത്ത പ്രസ്താവനയാണ്. യോജിക്കുന്നവയാണ് എ, ബി, ഡി എന്നിവ. എ, ഇതിൽ നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. സുസ്ഥിരമാക്കൽ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണങ്ങൾ. സുസ്ഥിരമാക്കൽ നടപടികൾ അടവുശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടി ലക്ഷ്യം വെച്ചത്. ഡി, ഘടനാപരമായ പരിഷ്കരണ നയങ്ങളിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. 17, നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണ ഫെഡറലിസം. സി നിരീക്ഷണവും വിലയിരുത്തലും. 18, പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത്? ഓപ്ഷൻ എ 28 ഓഗസ്റ്റ് 2014. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി 1ഉം 2ഉം. 1, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. 2, കോടതിയെ സമീപിക്കാവുന്നതാണ്. തെറ്റായ പ്രസ്താവനയാണ് 1ഉം 2. ശരിയായവ 3ഉം 4ഉം. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. 4, അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. 20, സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം? ഓപ്ഷൻ ഡി അനുച്ഛേദം 248. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി. 1, സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. 2, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. 22, ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ്. 23, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 3ഉം 4ഉം. 3, 52ാമത് ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. 3, 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 4, 74ാമത് ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി.
24 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എയും ബിയും ശരി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ബി ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. 25 താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 2ഉം 3ഉം. 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. 3 കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി. 26 അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ. ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 358. നിലവിലെ UPSC ചെയർമാൻ ആരാകുന്നു? ഓപ്ഷൻ എ പ്രീതി സുദാൻ. 28 താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി തെറ്റായവ. എ ബി സി എന്നിവ ശരിയായവയാണ്. പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ബി പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സി ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. 29 കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? ഓപ്ഷൻ ബി ഫെബ്രുവരി 19. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? ഓപ്ഷൻ എ 2008 28ാം നമ്പർ ആക്ട്. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരു അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത്? ഓപ്ഷൻ ബി ഹൈക്കോടതി. 32 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ ഡോപ്പമിൻ. 33 വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ സി സിറോപ്താൽമിയ. 34 താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? ഓപ്ഷൻ ബി 3ഉം 4ഉം. 3 വാസോപ്രസ് തെറ്റായവയാണ്. 3ഉം 4ഉം ശരിയായവ 1ഉം 2. പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനം. 2 സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. 35 RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്? ഓപ്ഷൻ ബി തൈമിൻ. 36 ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം? ഓപ്ഷൻ എ ചെറുതന ആലപ്പുഴ. 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ഡി ഡ്രൂ വെയ്സ്മാൻ. 38 ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? ഓപ്ഷൻ ബി റേഡിയോ തരംഗം. 39 പ്രതല ബലത്തിൽ SI യൂണിറ്റ് പ്രസ്താവിക്കുക. അത് PSC ക്യാൻസൽഡ് ആണ്. 40 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തു ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പാലായന പ്രവേഗം എത്രയായിരിക്കും? ഓപ്ഷൻ സി 3 ATM. 11.2 km/s. 41 ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? ഓപ്ഷൻ ബി 2 ATM. മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? ഓപ്ഷൻ ബി 7.4. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം? ഓപ്ഷൻ എ നിക്കൽ. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഒരു ഉദാഹരണമാണ്? ഓപ്ഷൻ ബി ബോയിൽ നിയമം. ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? ഓപ്ഷൻ ഡി ഹീലിയം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഓപ്ഷൻ സി കൂടിയാട്ടം. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം? ഓപ്ഷൻ ബി ഫുട്ബോൾ. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി? ഓപ്ഷൻ ഡി കുമാരനാശാൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ ആരുടെ വാക്കുകൾ? ഓപ്ഷൻ എ വള്ളത്തോൾ. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ? ഓപ്ഷൻ ബി H9N2. 61
Which of the following sentence contains a gerund? Option C. He enjoys playing soccer. That was dash disappointment, but we managed to get dash room across dash hall from it. Option B. That was a disappointment, but we managed to get the room across the hall from it. 63. As soon as he came, he made sure that everything was all right. Option A. Change into negative sentence without changing its meaning. Answer option A. No sooner did he come than he made sure that everything was all right. 64. If James dash enough money, he dash buy a new car next year. Option A. Had would. If James had enough money, he would buy a new car next year. 65. He was absent dash he was sick. Option A. Because. 66 cancelled ആണ്. 67 choose the correctly spelled word. Option C. 68 his speech has taken the wind out of my sails. Option C. Made my words or action ineffective. 69 they said let us come in. Option D. They requested me let them come in. 70 a speech made by someone for the first time. Option A. Maiden speech. 71 ശരിയായ പ്രയോഗം ഏത്? ഓപ്ഷൻ ബി 1 3 10 തെങ്ങ് 100 പുസ്തകം. 72 നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം. ഓപ്ഷൻ സി നേത്രി. 73 മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായ പദമാണ്. ഓപ്ഷൻ ബി 3 4 തൈജസഗീടം ഖദ്യോതം. പടൻ എന്ന വാക്കിന്റെ അർത്ഥം. ഓപ്ഷൻ എ 1 മാത്രം ശരിയാണ്. വഞ്ചകൻ. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന പദമാണ്. ഓപ്ഷൻ ബി 1 2 ശരിയാണ്. അർത്ഥം വിത്തം. ശരിയായ വാക്കുകൾ ഏത്? ഓപ്ഷൻ ഡി 2 4 രക്ഷകർത്താവ് ഹാർദം. ഫാഷൻ മോങ്കർ എന്ന പദത്തിന് ഉചിതമായ തർജ്ജിമ. ഓപ്ഷൻ എ 1 മാത്രം ശരിയാണ്. അഴകിയ രാവണൻ. കഥയുടെ പ്രധാന അംശം ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ സി 2 മാത്രം ശരിയാണ്. 79 പിൽക്കാലം കണ്ണീർ എന്നീ പദങ്ങൾ പിരിച്ചെഴുതുക. ഓപ്ഷൻ എ 1 3 ശരി. പിൻ പ്ലസ് കാലം കൺ പ്ലസ് നീര്. അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ ഡി 4 മാത്രം ശരിയാണ്. ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. താഴെ പറയുന്നതിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ഓപ്ഷൻ സി ബോർഡിലോൺ. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? ഓപ്ഷൻ ബി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ വിദേശ സസ്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആഞ്ഞിലി. ഭീമൻ പാണ്ഡ ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത്? ഓപ്ഷൻ എ WWF. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി ഭോപ്പാൽ. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? ഓപ്ഷൻ ബി തിമിംഗല സ്രാവ്. താഴെ പറയുന്നവയിൽ കടുവ സങ്കേതമല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി വയനാട്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? ഓപ്ഷൻ ബി ചെങ്കുറിഞ്ഞി. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻ ബി 1986. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ചൂലന്നൂർ.
കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? ഓപ്ഷൻ എ കാസർഗോഡ്. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന്റെ സമീപമാണ്? ഓപ്ഷൻ ഡി ചെന്നൈ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. 95 സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ മുഖ്യമന്ത്രി. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? ഓപ്ഷൻ എ കേരള ഫോറസ്റ്റ് ആക്ട് 1961. എന്താണ് NTFP? ഓപ്ഷൻ ബി തടിയിതര വനോൽപ്പന്നങ്ങൾ. പ്രോജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1992. IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. ഓപ്ഷൻ ബി സെക്ഷൻ 65. ജോയിൻ അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ്? ഓപ്ഷൻ സി സെക്ഷൻ 66.